സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ JEEയുടെ നമ്മൾ ഫിസിക്സിൽ 3ാമത്തെ സെഷനാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. JEEയുടെ 3ാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, സെഷൻ 1 സിമ്പിൾ എക്സാം ആയിരിക്കും, കോമ്പറ്റീഷൻ അത്ര ഉണ്ടാവില്ല. സെഷൻ 2നെ അപേക്ഷിച്ച് കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും സെഷൻ 1ന്. കാരണം ഞാൻ പറഞ്ഞു, +2ലെ പിള്ളേർ എക്സാമിന് വേണ്ടിയിട്ട്, പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ടൈമായിരിക്കും. റിപ്പീറ്റേഴ്സിൻ്റെ എന്ത് തീർന്നിട്ടുണ്ടാവില്ല, അവരുടെ സിലബസും തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സെഷൻ 1 തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കയറിക്കൂടാം. പിന്നെ സെഷൻ 1ൽ നമുക്ക് നല്ലൊരു പെർസെൻറ്റൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെഷൻ 2ലേക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതാണൊരു ഗുണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കാം, മാക്സിമം എഫേർട്ട് ഇടുക. ഈ ഒരു 8-10 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം, കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കിയിട്ട് റിവൈസ് ചെയ്യാം. എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അത്ര ടഫ് ആവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ പോയിട്ട് എഴുതാം, മാക്സിമം പെർസെൻറ്റേജ് മേടിക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്ററിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 ചാപ്റ്റേഴ്സാണ്: തെർമൽ പ്രോപ്പർട്ടി, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഓസിലേഷൻസ്, വേവ്സ്. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചാപ്റ്ററിനകത്തേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A solid metallic cube have total surface area 24 meter square is uniformly heated if its temperature is increased by 10 degrees Celsius. Calculate the increase in volume of the cube. ആൽഫാൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 24 മീറ്റർ സ്ക്വയർ. നമ്മളിതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ദി ക്യൂബ്. ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ദി ക്യൂബ്. അപ്പോൾ ഹീറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി, വോളിയത്തിന് ചേഞ്ച് വന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 3 തരം തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവും. നമുക്ക് ലീനിയർലി എക്സ്പാൻഡ് ചെയ്യാം, അതേപോലെ ഏരിയ കൂടാം, ഏരിയ എക്സ്പാൻഷൻ ഉണ്ടാവാം, അതേപോലെ വോളിയം കൂടാം, വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വോളിയം എക്സ്പാൻഷൻ ആണ്. അപ്പോൾ വോളിയം എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ നമ്മളവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? നമുക്കറിയാം, ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി, വേർ ഗാമ ഈസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അത് നിങ്ങൾ ആൽഫ വി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരിയബിൾ ഉപയോഗിച്ചിട്ടോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഞാനിവിടെ ഗാമ ഡെൽറ്റ ടി എന്നാണ് എഴുതുന്നത്. സോ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി, വേർ ഗാമ ഈസ് കോൾഡ് ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഗാമ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഗാമ ഡെൽറ്റ ടി. ഇതിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അതിൽ ഡെൽറ്റ ടി നമുക്ക് തന്നിട്ടുണ്ട് 10 ഡിഗ്രി സെൽഷ്യസ്, പക്ഷേ ഗാമ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ആൽഫൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം ഗാമ ഈസ് ഈക്വൽ ടു 3 ടൈംസ് ആൽഫ. ആൾസോ ബീറ്റ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ആൽഫ. ബീറ്റ എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. ബീറ്റ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ആൽഫ, ഗാമ ഈസ് ഈക്വൽ ടു 3 ടൈംസ് ആൽഫ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഗാമയ്ക്ക് പകരം നമുക്ക് 3 ആൽഫ കൊടുക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 3 ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി നമുക്ക് ഗിവൺ ആണ്, ആൽഫ നമുക്ക് ഗിവൺ ആണ്. ഇനി ഒറ്റ കാര്യമുള്ളൂ, വി വോളിയം നമുക്ക് തന്നിട്ടുണ്ടോ? വോളിയം, പക്ഷേ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്യൂബാണ് ആള്. സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. ഒരു ക്യൂബിന് 6 ഫേസുകളുണ്ട്. അപ്പോൾ ഒരു ഫേസിൻ്റെ ഏരിയ A². അപ്പോൾ 6 ഫേസിൻ്റെ ഏരിയ 6 ഇൻറ്റു A². അതാണ് ഇവിടെ 24 തന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ എന്ത് എഴുതാം? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോളേ. 6 ഇൻറ്റു A² ഈസ് ഈക്വൽ ടു 24 എന്തെന്നുണ്ട്. സോ A² ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 6 ആണ്. 24 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 4 ആണ്. A² ഈസ് ഈക്വൽ ടു 4 ആണ്. A ഈസ് ഈക്വൽ ടു 2 ആണ്. A നമുക്ക് കിട്ടി, ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടി. A ഈസ് ഈക്വൽ ടു 2. ദെർഫോർ വോളിയം ഈസ് ഈക്വൽ ടു A ക്യൂബ് ആണ്. സോ A ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ക്യൂബ്. 2 ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 8. സോ വോളിയം നമുക്ക് കിട്ടി 8. വോളിയം കിട്ടി, ആൽഫ കിട്ടി, ഡെൽറ്റ ടി കിട്ടി, എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 3 ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിൽ വി എത്രയാ? 8 ആണ്. 8 ഇൻറ്റു 3 ഇൻറ്റു ആൽഫാൻ്റെ വാല്യൂ എത്രയാ?
5 into 10 raised to minus 4. Okay, 5 into 10 raised to minus 4 into what is delta T? It is 10 degrees Celsius. അല്ലേ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 8 into 3 into 5 into 10 raised to minus 4 into എന്ത് വരും 10 വരും. ഓക്കെ 8 into 3 24 24 into 5 120 120 into 10 into 10 raised to minus 4 അല്ലേ. അപ്പോൾ 1200 into 10 raised to minus 4 കിട്ടും അല്ലേ. പക്ഷേ ഇത് മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് വരുന്നത്. ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുക. നമുക്കറിയാം 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1000 അല്ലേ 100 സെൻറ്റിമീറ്റർ ആണ്. 1000 അല്ല 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ മീറ്ററിന് വരെ എന്തിട്ട് കൊടുക്കുക? 100 സെൻറ്റിമീറ്റർ എടുക്കുക. അതിൻ്റെ ക്യൂബ് കാണണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ മതി. നമുക്ക് ഈ 1 2 വരുന്ന 1200ൻ്റെ 1 2 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ബി ആണ് കറക്റ്റ്. ഓക്കെ 1.2 into 10 raised to 5 സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മുടെ എന്ത് വരിക? ആൻസർ വരിക. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇതിൽ ഡീൽ ചെയ്യേണ്ടത് ഏതാണ്? ഈ ഒരു ഇക്വേഷൻ നമുക്കറിയണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗാമ ഇസ് ഈക്വൽ ടു 3 ആൽഫ. ഗാമ മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഈ രണ്ട് കോൺസെപ്റ്റുകൾ നമുക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ക്ലിയർ ആണോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് നേരെ സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോവാം. ഓക്കെ, if K1 and K2 are the thermal conductivities, L1 and L2 are the lengths, A1 and A2 are the cross-sectional areas of steel and copper rods respectively, such that K2 by K1 is equal to 9. Okay, K2 divided by K1 is equal to 9, A1 by A2 is equal to 2, L1 by L2 is equal to 2. Then for the arrangement as shown in the figure, the value of temperature T of the steel copper junction in the steady state will be. Okay, ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ ഒരു ഫർണസ് ഉണ്ട്. ഫർണസ് 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശ്രദ്ധിക്കുക 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ നിന്നൊരു സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഐസ് ബോക്സ് അപ്പുറത്തുണ്ട്. അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ നിന്നൊരു കോപ്പർ വയർ കൊടുത്തിട്ടുണ്ട്. കോപ്പർ കമ്പി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജംഗ്ഷനിലെ ടെമ്പറേച്ചറാണ് ടി. ഓക്കെ, അതിൻ്റെ ജംഗ്ഷനിലെ ടെമ്പറേച്ചറാണ് ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ആ ടീൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ടീൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നോക്കി, ഈ സ്റ്റീലും കോപ്പറും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് കണക്ഷൻ അല്ലേ? സീരീസ് ആയിട്ടല്ലേ? സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത, സീരീസ് കണക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ലോജിക്ക് നമുക്കറിയാം. കറണ്ട് സെയിം ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ റെസിസ്റ്ററിലും കറണ്ട് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ സീരീസ് കണക്ഷനിൽ എന്ത് സെയിം ആയിരിക്കും? റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഹീറ്റ് കറണ്ട് സെയിം ആയിരിക്കും. അതാണ് ഒരു പ്രത്യേകത. റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് സീരീസ് കണക്ഷനിൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റീലും കോപ്പറും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ സീരീസ് കണക്ഷനിൽ ഇൻ സീരീസ് കണക്ഷൻ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഈസ് സെയിം. ദാറ്റ് ഈസ് H1 ഈസ് ഈക്വൽ ടു H2. നമുക്കറിയാം, നമ്മൾ കണ്ടക്ഷനിൽ പഠിക്കുന്നുണ്ട് എന്താണ് ഹീറ്റ് കറണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം H ഈസ് ഈക്വൽ ടു KA ഡെൽറ്റ T ഡിവൈഡഡ് ബൈ L. ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. H is equal to KA delta T divided by L. K is the coefficient of thermal conductivity, A is the area, delta T change in temperature, L is the length. So ഇവിടെ H1 is equal to H2. സ്റ്റീലിൻ്റെ H1 ഈ കോപ്പറിൻ്റെ H2ന് ഈക്വൽ ആയിരിക്കും. ഏത് കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെ സ്റ്റീല് കോപ്പറിൽ സീരീസ് കണക്ഷൻ വന്നതുകൊണ്ട് അപ്പോൾ H1 is equal to H2 ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. ഞാൻ എഴുതി K1 A1 ഡെൽറ്റ T1 ഡിവൈഡഡ് ബൈ L1 ഈസ് ഈക്വൽ ടു K2 A2 ഡെൽറ്റ T2 ഡിവൈഡഡ് ബൈ L2. ഇങ്ങനെ എഴുതിക്കൂടെ? വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ നോക്കിക്കോ, ഡെൽറ്റ T1. വാട്ട് ഈസ് ഡെൽറ്റ T1? ഓക്കെ, ഇവിടെ 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ 450 ആണ്. ഇവിടെ T ആണ്. സോ വാട്ട് ഈസ് ഡെൽറ്റ T1? ദാറ്റ് ഈസ് 450 മൈനസ് എന്താണ്? T1 ആണ്. വളരെ സിമ്പിളാണ്. ആ T1 അല്ല T ആണ്. നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ 450 ആണെന്ന് അറിയാം. ആ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ T ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആ ഡെൽറ്റ T1 വരെ എന്തെഴുതാം? 450 മൈനസ് T എന്ന് എഴുതിക്കൂടെ? അപ്പോൾ K1 A1 ഇൻറ്റു 450 മൈനസ് T ഡിവൈഡഡ് ബൈ L1 ഈസ് ഈക്വൽ ടു എന്ത് വരും? K2 A2 ഇൻറ്റു ഡെൽറ്റ T2. വാട്ട് ഈസ് ഡെൽറ്റ T2? എന്താണ് ഈ ഡെൽറ്റ T2 വരുന്നത്? വളരെ സിമ്പിളാണ്. ഡെൽറ്റ T2 എന്താണ്? ഓക്കെ, ഇവിടുത്തെ T ആണ്, ഇവിടുത്തെ 0 ആണ്. സോ വാട്ട് ഈസ് ഡെൽറ്റ T2? T മൈനസ് 0.
അല്ലേ, T-0. അങ്ങനെ നമുക്ക് കൊടുക്കാം T-0 K2A2 ഇൻറ്റു T-0 ഡിവൈഡഡ് ബൈ L2. വളരെ സിമ്പിളാണ്, ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. സീരീസ് കണക്ഷനിൽ ഇത് ഈക്വൽ ആയിരിക്കും, വളരെ സിമ്പിൾ. നോക്കിയേ, ഇതിനൊന്ന് സോൾവ് ചെയ്തേ. ദർഫോർ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എല്ലാ ടേമിനും അങ്ങോട്ട് കൊണ്ടേ കേട്ടോ. അപ്പോൾ എന്ത് വരും, 450 മൈനസ് ടി ഈസ് ഈക്വൽ ടു K2 ഡിവൈഡഡ് ബൈ K1. K1 അങ്ങോട്ടേക്ക് കൊണ്ടേ. ഇനി നോക്കിയേ, ഇൻറ്റു A2 ഇവിടെ ഉണ്ട്, A2 ഡിവൈഡഡ് ബൈ A1, വളരെ സിമ്പിൾ. ഇൻറ്റു L1 മുകളിലേക്ക് കൊണ്ടേ, L1 ഡിവൈഡഡ് ബൈ L2 ഇൻറ്റു T-0 ഇസ് T. വളരെ സിമ്പിൾ അല്ലേ, നമുക്കിത് ഇങ്ങനെ കിട്ടി. ഇനി നോക്കിക്കോട്ടോ, വാട്ട് ഈസ് K2 ഡിവൈഡഡ് ബൈ K1? ഇവിടെ തന്നിട്ടുണ്ട് K2 ബൈ K1 ഈസ് ഈക്വൽ ടു 9. നമ്മൾ ഇട്ട് കൊടുത്തു 9 ഇൻറ്റു വാട്ട് ഈസ് A2 ഡിവൈഡഡ് ബൈ A1? A1 ബൈ A2 2 ആണ്. അപ്പോൾ A2 ബൈ A1 എന്താണ്? A1 ബൈ A2 2 ആണെങ്കിൽ A2 ബൈ A1 ഈസ് 1 ബൈ 2. സിമ്പിൾ, 1 ബൈ 2 ഇൻറ്റു വാട്ട് ഈസ് L1 ബൈ L2? L1 ബൈ L2 ഈസ് ഗിവൺ 2 ആണ്, 2 ആണ്. അപ്പോൾ 2 വരും ഇൻറ്റു ടി എന്ന് വരും, വളരെ സിമ്പിൾ. ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. 9 ഇൻറ്റു ടി 9t. അപ്പോൾ എന്ത് വരും, 450 മൈനസ് ടി ഈസ് ഈക്വൽ ടു 9t എന്ന് വരില്ലേ. 450 മൈനസ് ടി ഈസ് ഈക്വൽ ടു 9t എന്ന് വരും. അപ്പോൾ എന്ത് വരും, 450 ഈസ് ഈക്വൽ ടു 9t പ്ലസ് ടി എന്ന് വരില്ലേ. സോ 450 ഈസ് ഈക്വൽ ടു 10t എന്ന് വരില്ലേ. ടി ഈസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 10 വരില്ലേ. ആൻസർ എന്താ, 45 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് ജംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്രയാ, 45 ഡിഗ്രി സെൽഷ്യസ്. സോ നമ്മൾ ഉപയോഗിച്ച ഹിൻഡ് നോക്കണേ, എച്ച് ഹീറ്റ് കറൻറ്റ്, എച്ച് ഇസ് ഈക്വൽ ടു KA ഡെൽറ്റ ടി ബൈ എൽ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സീരീസ് കണക്ഷനിൽ H1 ഇസ് ഈക്വൽ ടു H2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ പോയത്, ഇതിരുന്ന് ചെയ്ത് പഠിക്കാം, വളരെ സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്, 45 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, എ മെറ്റാലിക് സ്ഫിയർ കൂൾസ് ഫ്രം 50 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ഇൻ 300 സെക്കൻഡ്. 50 ഡിഗ്രി സെൽഷ്യസിന് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് 300 സെക്കൻഡ് കൊണ്ട് കൂളായി. ഇഫ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറൗണ്ട് ഈസ് 20 ഡിഗ്രി സെൽഷ്യസ് ദെൻ ദ സ്ഫിയേഴ്സ് ടെമ്പറേച്ചർ ആഫ്റ്റർ നെക്സ്റ്റ് 5 മിനിറ്റ്സ് വിൽ ബി ക്ലോസ് ടു. വളരെ സിമ്പിളാണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഏത് കോൺസെപ്റ്റാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വളരെ സിമ്പിളാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ, നമുക്കറിയാം θ1 മൈനസ് θ2 ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു, ഒരു തീറ്റ ടെമ്പറേച്ചേഴ്സ് ആണ്, അവിടെ ടൈം വരുന്നതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, T1 T2 കൊടുക്കാതെ θ1 θ2 കൊടുത്തു എന്നുള്ളൂ. ഈസ് ഈക്വൽ ടു K ഇൻറ്റു എന്ത് വരും, θ1 പ്ലസ് θ2 ഡിവൈഡഡ് ബൈ 2 മൈനസ് θ0 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. θ1 മൈനസ് θ2 ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു K ഇൻറ്റു θ1 പ്ലസ് θ2 ഡിവൈഡഡ് ബൈ 2 മൈനസ് θ0. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലോജിക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, 50 40 ആവാൻ 300 സെക്കൻഡ് എടുത്തു എങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. എങ്കിൽ നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ സ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ള ചോദ്യം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ Kൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. K എന്ന് പറയുന്ന ആ കോൺസ്റ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കിയോട്ടോ, ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം. θ1 മൈനസ് θ2 ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു K ഇൻറ്റു നോക്കിയേ θ1 പ്ലസ് θ2 ഡിവൈഡഡ് ബൈ 2 മൈനസ് θ0. ശ്രദ്ധിച്ചോട്ടോ, വളരെ സിമ്പിളാണ്. 50 40 ആവാൻ 300 സെക്കൻഡ് എടുത്തു. അതിരിക്കട്ടെ, 300 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്, 60 സെക്കൻഡ് 1 മിനിറ്റ്, 300 സെക്കൻഡ് 5 മിനിറ്റ്. നോക്കിയിട്ടോ, നമ്മൾ മിനിറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തു കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ മിനിറ്റിലാണ് കാണാൻ പോകുന്നത്, കാരണം നമുക്ക് മറ്റേ 5 മിനിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 5 മിനിറ്റ് ആക്കി. ഓക്കെ, മിനിറ്റിലേക്ക് മാറ്റി. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 50 മൈനസ് 40 ഡിവൈഡഡ് ബൈ ടീൻ്റെ വാല്യൂ എത്രടാ, ടീൻ്റെ വാല്യൂ 5 മിനിറ്റ്, 300 സെക്കൻഡ് അല്ലേ, അപ്പോൾ 5 മിനിറ്റ്. നോക്കിയേ, 50 മൈനസ് 40 ബൈ 5 ഇസ് ഈക്വൽ ടു K ഇൻറ്റു നോക്കിയേ 50 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 2 മൈനസ് 20 അല്ലേ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. നോക്കിയേ, 50 മൈനസ് 40 10, 10 ബൈ 5 2 ഇസ് ഈക്വൽ ടു K ഇൻറ്റു 50 പ്ലസ് 40 90, 90 ബൈ 2 45, 45 മൈനസ് 20 25. നോക്കിയേ, അപ്പോൾ K ഈസ് ഈക്വൽ ടു 2/25. റെഡിയാണോ?
വളരെ സിമ്പിൾ. K is equal to 2/25. ഇതൊന്നല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടോ. എങ്കിൽ നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ എന്താണ് സ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇക്വേഷൻ എഴുതിയേ. നെക്സ്റ്റ് 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാ? ഫൈനൽ ടെമ്പറേച്ചർ എത്രയാ? 40 ഡിഗ്രിയാണ്. 50 40 ആയില്ലേ? അപ്പോൾ 40 അത് എത്ര ടെമ്പറേച്ചറിലേക്ക് പോകും? അടുത്ത 5 മിനിറ്റിൽ. അപ്പോൾ ഞാൻ T1 θ1 40 എഴുതിയേ. 40 മൈനസ് പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ T ആണെന്ന് ഞാൻ എടുത്തേ. നെക്സ്റ്റ് 5 മിനിറ്റ്സ് ആണ്. അപ്പോൾ 5 എടുത്തേ ഈക്വൽ ടു എന്ത് വരും? കെൻ്റെ വാല്യൂ എത്രടാ? കെൻ്റെ വാല്യൂ 2/25 ഇൻറ്റു നോക്കിയേ θ1 + θ2. ഞാൻ അതൊന്ന് മാച്ചേ. ഓക്കെ, എന്ത് വരും? θ1 + θ2 40 + T ഡിവൈഡഡ് ബൈ 2 മൈനസ് θ0. θ0 അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന് ഒരു വ്യത്യാസമില്ല, അത് എത്ര തന്നെയാണ്? 20 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തത് സെയിം ഇക്വേഷൻ ആടാ. θ1 - θ2 ഡിവൈഡഡ് ബൈ T ഈസ് ഈക്വൽ ടു K ഇൻറ്റു θ1 + θ2 ഡിവൈഡഡ് ബൈ 2 മൈനസ് θ0. ഓർത്ത് വെച്ചോട്ടോ, ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ കേസ് മാറിയിട്ടോ. 40 ആയിരുന്നു കേട്ടോ ആദ്യം. 40 ഫൈനൽ ടെമ്പറേച്ചർ 40 ആയിരുന്നു. പിന്നെ അത് എത്രയിലേക്കോ മാറി? ടിയിലേക്ക് മാറി. അത് അടുത്ത 5 മിനിറ്റിലാണ്. അപ്പോൾ ആ 5 മിനിറ്റിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതിയെന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിനൊന്ന് സോൾവ് ചെയ്തേ. പറഞ്ഞേ 40 മൈനസ് T ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2/25 ഇൻറ്റു നോക്കിയേ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 40 + T മൈനസ് 40 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 40 40 ക്യാൻസൽ ചെയ്യും, 2 ക്യാൻസൽ ചെയ്യും. 5 × 5 25. അപ്പോൾ നമുക്കിത് ഈ ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഫോമിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 40 മൈനസ് T ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ളിലൊരു T ഉണ്ട്, T/5. സോ 40 ഈസ് ഈക്വൽ ടു T/5 പ്ലസ് T എന്ന് വരും. നമ്മൾ T കോമൺ ആയിട്ട് എടുത്താൽ 40 ഈസ് ഈക്വൽ ടു T ഇൻറ്റു 1/5 പ്ലസ് 1 വരും. 1 പ്ലസ് 6/5 വരും. സോ T ഈസ് ഈക്വൽ ടു എന്ത് വരും? 5/6 ഇൻറ്റു 40 വരും അല്ലേ? 5/6 ഇൻറ്റു 40. അപ്പോൾ എന്ത് വരും ആൻസർ? 5 × 40 ഓക്കെ 320. 5 × 20 100. 100 ഡിവൈഡഡ് ബൈ 3 ഈസ് നമുക്ക് എപ്പോഴും അറിയാം 33.33 ഡിഗ്രി സെൽഷ്യസ്. സോ വാട്ട് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ? 33.33 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് ഈസ് ക്ലോസ് ടു 33 ഡിഗ്രി സെൽഷ്യസ്. ആൻസറായി. സിമ്പിളാണോ? അപ്പോൾ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെ JEEലേക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് നിങ്ങൾ കരുതി പഠിച്ചോളണം. ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ളൊരു വിശ്വാസത്തിൽ പോവാം. അല്ലാതെ എക്സാം ഭയങ്കര JEE എക്സാം അല്ലേ, ഭയങ്കര ടഫായിരിക്കും, എന്നെക്കൊണ്ട് ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? നല്ല മാർക്ക് വാങ്ങി നല്ല പെർസെൻറ്റേജ് വാങ്ങി IITകളിലൊക്കെ പോയി പഠിക്കുന്നത് അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ തെർമോഡൈനാമിക്സ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ. ഹീറ്റും വർക്കും ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റും വർക്കും പാത്ത് ഫങ്ഷൻസ് ആണ് അല്ലേ? ഈ പാത്ത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാത്ത് ഫങ്ഷൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാത്ത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഇൻ വിച്ച് ഈ ഒരു സംഭവം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ പ്രോപ്പർട്ടീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതൊരു സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി ഏതൊക്കെ പാത്തിലൂടെ പോയി എന്നുള്ളത് ഡിപ്പെൻഡബിൾ ആണ്. അങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ പാത്ത് ഫങ്ഷൻസ് വിളിക്കും. വേറൊരു സംഭവം ഏതാ? സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് വിളിക്കും. നോക്കിയേ, സ്റ്റേറ്റ് ഫങ്ഷൻസ്. എന്താണ് ഈ സ്റ്റേറ്റ് ഫങ്ഷൻസ്? സ്റ്റേറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മളതിനെ പോയിൻ്റ് ഫങ്ഷൻസ് എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് ഈ സ്റ്റേറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് ഈ പോയിൻ്റ് ഫങ്ഷൻസ്? അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് ആ ഒരു കറണ്ട് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഒരിക്കലും അത് വന്ന വഴി എന്ത് ചെയ്യില്ല, ചിന്തിക്കില്ല. അത് ആ ഒരു കറണ്ട് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ പോയിൻ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് വിളിക്കും. എക്സാമ്പിളായിട്ട് ഒരുപാടെണ്ണം നമുക്ക് പറയാം. ടെമ്പറേച്ചർ ഒരു എന്ത് ഫങ്ഷനാണ്? ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. പ്രഷർ ചോദിച്ചാൽ പ്രഷർ ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. നോക്കിയേ, ഇൻറ്റേർണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. നോക്കിയേ, എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. നോക്കിയേ, എൻട്രോപ്പി ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. നോക്കിയേ, ഗിബ്സ് ഫ്രീ എനർജി നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട്? ഇതൊക്കെ കെമിസ്ട്രിയിൽ നമുക്കുണ്ട്, ഫിസിക്സിൽ നമുക്ക് ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് ഫങ്ഷൻസ് ആണ്? ഇതൊക്കെ സ്റ്റേറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പോയിൻ്റ് ഫങ്ഷൻസ് ആണ് അല്ലേ? പാത്ത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരെ മെയിനായിട്ട് അതിൽ വരൂ. ഒന്ന് വർക്കാണ്, മറ്റത് ഹീറ്റാണ്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഫങ്ഷൻസ് അതിൻ്റെ പേരിലുണ്ട്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത്, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കറണ്ട് സ്റ്റേറ്റ്. അതെന്താണ്? അത് നമ്മുടെ സ്വന്തം സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. ഇനി ഇതിൽ വേറെ വാക്കുകളുണ്ട്. എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ്, ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, എന്താണ് ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ്?
ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ദാറ്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സാമ്പിൾ. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ആ വേരിയബിൾസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ സാമ്പിൾ. എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ സാമ്പിളിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ്. ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്നാൽ മറിച്ച് വേറൊരു സാധനമുണ്ട്, എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ്. എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ് നേരെ തിരിച്ച് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എക്സ്റ്റെൻസീവ് ഉണ്ട്, ഇൻറ്റൻസീവ് ഉണ്ട്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ദാറ്റ് സാമ്പിൾ. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. നമുക്ക് എക്സാമ്പിൾ പറയാം. നോക്കിയേ, എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞേ, എക്സ്റ്റെൻസീവിന് പറഞ്ഞേ, ഇൻറ്റൻസീവിന് പറഞ്ഞേ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്ന് പറഞ്ഞേ. ഇൻറ്റൻസീവിന് എക്സാമ്പിൾ പറഞ്ഞേ. ഇൻറ്റൻസീവിന് എക്സാമ്പിളാണ് ടെമ്പറേച്ചർ, പ്രഷർ, അല്ലേ? എല്ലാവർക്കും അറിയാം. ഓക്കെ, ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, സ്പെസിഫിക് ഹീറ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസിന് എക്സാമ്പിളാണ്. വളരെ സിമ്പിൾ. ആൻഡ് മറ്റേന് എക്സാമ്പിൾ പറഞ്ഞ എക്സ്റ്റെൻസീവിന് പറഞ്ഞ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ പറഞ്ഞ് മാസ്, എനർജി, അല്ലേ? മാസ്, എനർജി, വോളിയം, ലെങ്ത്, എൻതാൽപ്പി, എൻട്രോപ്പി. നോക്കി, ഇതൊക്കെ എന്ത് എക്സാമ്പിൾസ് ആണ്, എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഹീറ്റ് ആൻഡ് വർക്ക് ആർ എന്ത് ഫങ്ഷൻസ് ആണ്, ഹീറ്റും വർക്കും പാത്ത് ഫങ്ഷൻസ് ആണ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റനും വർക്കൗട്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ സാമ്പിൾ ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ് ഇസ് ടേക്കൺ അറ്റ് ഇനീഷ്യൽ പ്രഷർ ഓഫ് 75 കിലോ പാസ്കൽ. 75 കിലോ പാസ്കൽ ആണ്. ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇസ് ദെൻ കംപ്രസ്ഡ് ഫ്രം 1200 centimeter cube to 150 centimeter cube adiabatically. In this process, the value of work done on the gas will be. Work done ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോസസ്സ് ഏതാണ്, അഡയബാറ്റിക് ആണ്. അഡയബാറ്റിക് പ്രോസസ്സാണ്. അതിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. നമുക്കറിയാലോ, വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, 1/1 - ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഓക്കെ, ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആൾസോ നമുക്കൊരു കാര്യം അറിയാം. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷനാണ് വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്സ്. വേറൊരു കാര്യം നമുക്കറിയാം. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ്സിൽ P1 V1 റേസ് ടു ഗാമ എന്തിന് ഈക്വൽ ആയിരിക്കും, P2 V2 റേസ് ടു ഗാമയ്ക്ക് ഈക്വൽ ആയിരിക്കും. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് P1 V1 റേസ് ടു ഗാമ എന്തിന് ഈക്വൽ ആയിരിക്കും, P2 V2 റേസ് ടു ഗാമയ്ക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നോക്കിയേ, നമുക്ക് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. നോക്കിയേ, P1ൻ്റെ വാല്യൂ ഇവിടെ ഗിവൺ ആണ് 75 കിലോ പാസ്കൽ. ഓക്കെ, ദെൻ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് വേറെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, compressed from V1 is equal to 1200 centimeter cube to V2 is equal to 150 centimeter cube കംപ്രസ് ചെയ്തിട്ടുണ്ട്. അതൊരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്, അല്ലേ? മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ വാല്യൂ എന്താണെന്ന് അറിയോ, 5/3 ആണ്. ഓക്കെ, മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ വാല്യൂ എത്രയാണ്, അത് 5/3 ആണ്. അത് നമുക്കറിയാം. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ആണ്. സോ P1 തന്നിട്ടുണ്ട്, ഗാമ ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്. ഇതിലില്ലാത്ത ആളാരാ, അത് P2 ആണ്. സോ P2 കണ്ടുപിടിക്കണം. P2 എങ്ങനെ കണ്ടുപിടിക്കുക, വളരെ സിമ്പിളാണ്. എങ്ങനെ ചെയ്യാം, P1 V1 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. ഈ ഇക്വേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. P1 V1 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. അങ്ങനെയാണെങ്കിൽ P2 ഈസ് ഈക്വൽ ടു എന്ത് വരും, P1 ഇൻറ്റു V1 ബൈ V2 ഹോൾ റേസ് ടു ഗാമ എന്ന് എഴുതിക്കൂടെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഇനി ഇവിടെ നോക്കിക്കോ, P1 എന്താ അവിടെ, P1 75 ആണ്. ഇട്ട് കൊടുത്തേ 75 ഇൻറ്റു വാട്ട് ഈസ് V1 ബൈ V2. V1 ഈസ് 1200 1200 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് V2 150 ആണ്. 150 ഹോൾ റേസ് ടു 5/3. ഗാമാൻ്റെ വാല്യൂ 5/3. ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേ. നോക്കിയേ, അതായത് 15 0 നോക്കിയേ 15 120 അല്ലേ, 15 120 8 അല്ലേ, 8 15 ഇൻറ്റു 8 120. സോ 75 ഇൻറ്റു 8 ഹോൾ റേസ് ടു 5/3 എന്ന് വരില്ലേ.
8 whole raised to 5 by 3. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ എഴുതാം? 75 into 2 raised to 3 എന്ന് എഴുതാം. 2 raised to 3 whole raised to 5 by 3 എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. 2 ക്യൂബ് ഹോൾ റേസ് ടു 5 by 3. സോ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ മൂന്നും ക്യാൻസൽ ചെയ്തു. ആ മൂന്നും കട്ട് ചെയ്ത് പോയാൽ ദിസ് ബിക്കംസ് 75 into 2 raised to 5 എന്ന് വരില്ലേ? 75 into 2 raised to 5. 2 raised to 5 is 32. So 75 into 32. So 75 into 32 becomes, okay, അത് ഏകദേശം 2400 വരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാട്ടോ. 2400 കിലോ പാസ്കൽ ആയിരിക്കും നമ്മുടെ എന്ത് വരിക? P2ൻ്റെ വാല്യൂ വരിക. അപ്പോൾ P2 കിട്ടി. ഇനി വളരെ സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് ഡൺ കണ്ടുപിടിക്കാം. P2 കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടോ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P2 V2 മൈനസ് P1 V1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ. ഓക്കെ, P2 എന്താ? P2 is given 2400 into what is V2? V2 ഇവിടെ given ആണ് 150 അല്ലേ? ഓക്കെ, 150 മൈനസ് what is P1? P1 given ആണ്. P1 എത്രയാ? 75. ഓക്കെ, 75 into what is V1? that is 1200 ആണ്. whole divided by what is 1 minus 5 by 3. ഓക്കെ, ഇതിനൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് നിങ്ങളുടെ ആൻസർ ഇതിനോട് ക്ലോസ് ആണോ നോക്കുക. 405 ജൂളായിരിക്കും നമുക്ക് എന്ത് കിട്ടേണ്ടത്? ആൻസർ കിട്ടേണ്ടത്. ഇത് നേരെ സോൾവ് ചെയ്യും. ഇത് സിമ്പിൾ മാത്സ് മാത്രമേ ഉള്ളൂ. 2400 into 150 മൈനസ് 75 into 1200. ഈ അടിയിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊരു വാല്യൂലേക്ക് എത്താം. അത് നമുക്ക് കിട്ടുന്ന ആൻസർ അറൗണ്ട് 405 ജൂളായിരിക്കും. അത് കൃത്യമായിട്ട് നോക്കണം. ഇവിടെ 4050 കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തണം. അപ്പോൾ കിലോ പാസ്കൽ ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? നോക്കണം. അത് അതിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്ത് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A monoatomic gas at pressure P and volume V is suddenly compressed to 1/8 of its original volume. എത്ര കുറഞ്ഞു? V2 is equal to V1 divided by 8. The final pressure at constant entropy will be. monoatomic gas ആണ്. സിമ്പിളാണ്. ഇവിടെ തന്നെ ചെയ്യാം. എന്താ ഇക്വേഷൻ? നമ്മുടെ ആൻസർ നമുക്കിവിടെ കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്രസ്ഡ് അഡയബാറ്റിക്കലി എന്നുള്ള കേസാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അഡയബാറ്റിക്കലി ആണ് ഇവിടെ കംപ്രഷൻ നടന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ ആ പ്രോസസ്സ് എന്താണ്? അഡയബാറ്റിക് പ്രോസസ്സാണ്. സോ നമുക്ക് ഇക്വേഷൻ എഴുതാം. P1 V1 raised to gamma is equal to P2 V2 raised to gamma. ഓക്കെ, സോ ഹിയർ P2 നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈനൽ പ്രഷർ ആണ്. സോ ഫൈനൽ പ്രഷർ P2 is equal to, ഓക്കെ, P1 into V1 by V2 whole raised to gamma. റെഡി? P1 എത്രയാടാ? P1 is equal to P1 V1 തന്നെയാണ്, അല്ലെങ്കിൽ P ആണ് അല്ലേ? P1 P ആണ് into V1 by V2. So V1 divided by V2 is V1 by 8. So V1 by 8 whole raised to gamma for monoatomic gas. ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. എത്രയാണ്? അത് 5/3 ആണ്. അത് 5/3 ആണ്. ഓക്കെ, V1ഉം V1ഉം കട്ട് ചെയ്ത് പോയേ 8 മുകളിലേക്ക് പോയേ. സോ P2 is equal to P into 8 whole raised to 5/3. ഇനി ആദ്യം ഇത് ചെയ്യേണ്ട കാര്യമില്ല. 8 whole raised to 5/3, 2 ക്യൂബ് whole raised to 5/3, 3 കട്ട് ചെയ്ത് പോയാൽ 2 raised to 5. ആൻസർ എന്താണ്? P into 32 എന്ന് വരും. ആൻസർ 32P. സോ വാട്ട് ഈസ് ദ ഫൈനൽ പ്രഷർ? 32P. ഓക്കെ, സോ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കിട്ടാനുള്ള ഒരു ലോജിക്ക് വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A vessel contains 16 gram of hydrogen and 128 gram of oxygen. 16 gram ഹൈഡ്രജൻ ഉണ്ട്, 128 gram ഓക്സിജൻ ഉണ്ട് ഒരു വെസലിൽ. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് STP, the volume of the vessel in centimeter cube is. സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇതിൽ ടോട്ടൽ എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ മോൾസ്, ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ വെസൽ അല്ലേ? മോൾസ് ഇൻ ദ വെസൽ എങ്ങനെ കണ്ടുപിടിക്കും? total number of moles in the vessel, comma n is equal to number of moles of hydrogen plus number of moles of oxygen. 16 gram hydrogen ഉണ്ട്. So given mass by gram molecular mass plus 128 gram oxygen ഉണ്ട്. So given mass by gram molecular mass 16/2 8 plus 128/32 it is 4 അല്ലേ? 4 വരിക 4. സോ ടോട്ടൽ എത്ര മോൾസ് ഉണ്ടെന്ന് കിട്ടും? 12 മോൾസ് ഉണ്ടെന്ന് കിട്ടും.
നമുക്കറിയാം 1 mole at STP contains 22.4 ലിറ്റർ അല്ലെങ്കിൽ occupy 22.4 ലിറ്റർ. At STP 1 mole is equal to അല്ലെങ്കിൽ 1 mole occupy 22.4 ലിറ്റർ. 22.4 ലിറ്റർ 1 mole occupy ചെയ്യുവേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, STP-യിൽ 1 mole 22.4 ഉണ്ടെങ്കിൽ ടോട്ടൽ 12 mole occupy. പറഞ്ഞേ 12 mole എത്ര occupy ചെയ്യും? 12 ഇൻറ്റു 22.4. നോക്കിയേ, 12 ഇൻറ്റു 22.4 ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ എത്ര വരും? നമുക്ക് ഏകദേശം 268.8 ലിറ്റർ കിട്ടും. പക്ഷെ നമുക്ക് ഇത് സെൻറ്റിമീറ്റർ ക്യൂബിൽ വേണം. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓർത്ത് വെച്ചോളണേ, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 268 ഇൻറ്റു 10 ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ? അതിന് നമുക്ക് 26 അല്ലെങ്കിൽ 2.68 എഴുതണോ? അല്ല വേണ്ട, 26.8 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, 26.8 ഇൻറ്റു 10⁴ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താ? അപ്രോക്സിമേറ്റ്ലി 27 ഇൻറ്റു 10⁴ സെൻറ്റിമീറ്റർ ക്യൂബ്. വളരെ സിമ്പിൾ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം, നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എത്താനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്, നോക്കിയേ, RMS വെലോസിറ്റി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓഫ് സ്മോക്ക് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് ഓഫ് മാസ് 5 × 10⁻⁻17 കിലോഗ്രാം ഇൻ ദെയർ ബ്രൗണിയൻ മോഷൻ. ബ്രൗണിയൻ മോഷൻ എന്നൊക്കെ പറയുമ്പോൾ റാൻഡം മോഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റാൻഡം മോഷൻ, പാർട്ടിക്കിൾസ് ആർ ആൾവേസ് ഇൻ റാൻഡം മോഷൻ എന്ന് പറയില്ലേ, അതിന് നമ്മൾ എന്തും വിളിക്കും? ബ്രൗണിയൻ മോഷൻ എന്ന് വിളിക്കും. അറ്റ് NTP ഈസ് അപ്രോക്സിമേറ്റ്ലി K. ബോൾസ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ഈസി ആയിട്ട് ചെയ്യാം. നമുക്കറിയാം RMS സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √3kBT ഡിവൈഡഡ് ബൈ m. ഓക്കെ, √3kBT/m. ഇത് ഒരിക്കലും മറക്കരുത്, √3kBT ഡിവൈഡഡ് ബൈ m. RMS വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. വേറെ ഒന്നുമില്ല, എല്ലാം ഗിവൺ ആണ്. √3 ഇൻറ്റു KB is Boltzmann constant, 1.38 ഇൻറ്റു 10⁻⁻23 KBൻ്റെ വാല്യൂ. ഓക്കെ, ഇൻറ്റു ടെമ്പറേച്ചർ. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഇവിടെ ഗിവൺ അല്ല, പക്ഷേ NTP എന്ന് പറഞ്ഞിട്ടുണ്ട്. NTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 293 കെൽവിൻ ആയിരിക്കും, അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി പ്രഷർ ചോദിച്ചാൽ 1 ATM ആയിരിക്കും. ഓക്കെ, NTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് 1 ATM. ഓക്കെ, അല്ലെങ്കിൽ 293 കെൽവിന് 1 ATM. റെഡി? സോ ടീൻ്റെ വാല്യൂ ഇവിടെ എത്രയാ? 293 ഹോൾ ഡിവൈഡഡ് ബൈ മാസ് ഈസ് 5 ഇൻറ്റു 10⁻⁻17. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്രോക്സിമേറ്റ് 15 mm/s ആയിരിക്കണം. വേറൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. ജസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഈ ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് പ്യുവർ മാത്സ് ആണ്, വേറൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ ഗ്യാസ് ഹാസ് n degrees of freedom. The ratio of specific heat of gases at constant volume to constant pressure will be. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. n degrees of freedom ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് CV/CP ആണ് കാണേണ്ടത്. CV/CP കോൺസ്റ്റൻറ്റ് വോളിയം ബൈ കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, internal energy is equal to number of degrees of freedom into energy per degree of freedom, half kBT into എത്ര മോളിക്യൂൾസ് ഉണ്ട്? N. അപ്പോൾ ഇതിൽ KB ഇൻറ്റു N എന്ന് പറയുന്നത് 6 ആണ്. സോ N ഇൻറ്റു ഹാഫ് ഇൻറ്റു R ഇൻറ്റു T. റെഡി? സോ ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ എനർജി കേട്ടോ. ഇൻറ്റേർണൽ എനർജി റെഡി. ഇൻറ്റേർണൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് CV കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? CV is equal to du/dt. ഇതൊക്കെ നമുക്കറിയാം, du/dt ആണ്. സോ d/dt ഓഫ് നോക്കിയേ NR/2T. നോക്കിയേ, അതിൽ ആര് മാത്രം പുറത്തേക്ക് വരും? NR/2 മാത്രം പുറത്തേക്ക് വരും. T ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ആൻസർ എന്താ? NR/2. സോ വാട്ട് ഈസ് CV? NR/2. റെഡി ആണോ? CVൻ്റെ വാല്യൂ കിട്ടി. ഇനി CP എങ്ങനെ കണ്ടുപിടിക്കും? മേയേഴ്സ് റിലേഷൻ. CP ഈക്വൽ ടു R പ്ലസ് CV. CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. അപ്പോൾ CP ഈസ് ഈക്വൽ ടു R പ്ലസ് CV. റെഡി? സോ ദിസ് ഈസ് ഈക്വൽ ടു R പ്ലസ് CV ഈസ് NR ഡിവൈഡഡ് ബൈ 2. So here R into 1 plus N/2. So here this is CP. അപ്പോൾ CP കിട്ടി, CV കിട്ടി. ഓക്കെ, CP കിട്ടി, CV കിട്ടി. അങ്ങനെയാണെങ്കിൽ CV/CP പറഞ്ഞേ
CV divided by CP is equal to നമുക്ക് NR/2 കിട്ടിയേ, NR/2 divided by R into N/2 plus 1. ആറും ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, N/2 divided by N plus 2/2. ഓക്കെ, 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. N/2 plus 1 നമ്മൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. സോ ഹിയർ ആൻസർ ഈസ് N ഡിവൈഡഡ് ബൈ N plus 2. എന്താണ് നമുക്ക് CV/CP റേഷ്യോ കിട്ടുക? N ഡിവൈഡഡ് ബൈ N plus 2 ആയിരിക്കും നമുക്ക് എന്ത് വരിക, ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എന്ത് ചെയ്യും, കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫുൾ ക്വസ്റ്റ്യൻസും ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കൈനറ്റിക് തിയറി ആയിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൈനറ്റിക് തിയറി വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. കൈനറ്റിക് തിയറീൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളിപ്പോൾ കുറച്ചായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നേരെ എന്തിലേക്ക് ചാടുകയാണ്, ഓസിലേഷൻ വേവിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് ചാടുകയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് ചാടുകയാണ്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇക്വേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ, നോക്കിയേ സിമ്പിൾ ഇക്വേഷൻ ആണ്, x ഈക്വൽ ടു സൈൻ പൈ ഇൻറ്റു, ഓക്കെ സൈൻ പൈ ഇൻറ്റു പൈ പുറത്താണ്, ഓക്കെ സൈൻ പൈ ഇൻറ്റു ടി പ്ലസ് 1/3, ഓക്കെ meter. At t is equal to 1 second, the speed of the particle is, നമുക്കറിയാം x equal to ജനറൽ ഇക്വേഷൻ എന്താ, a sin omega t ആണ്. ഓക്കെ, a sin omega t, ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഞാൻ എഴുതിയെന്നുള്ളൂ കേട്ടോ. അറ്റ് t equal to 1 second സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അറ്റ് t equal to 1 second വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോവാണ്. അറ്റ് t is equal to 1 second വാട്ട് ഈസ് x, ഒന്ന് ഇട്ട് കൊടുത്തേ, സൈൻ പൈ ഇൻറ്റു ടിക്ക് 1 കൊടുക്കുക, 1 plus 1/3, ഓക്കെ 1 plus 1/3 വരും. എന്ത് വരും, ഇസ് ഈക്വൽ ടു സൈൻ 4π/3 വരും അല്ലേ, 4π/3, സൈൻ 4π/3 വരും. സൈൻ 4π/3ൻ്റെ വാല്യൂ എന്താ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി -√3/2. എത്ര വരും, -√3/2 ആയിരിക്കും എന്ത് വരിക, നമ്മുടെ എന്തിൻ്റെ വാല്യൂ വരിക, സൈൻ 4π/3ൻ്റെ വാല്യൂ വരിക. സോ അത് കിട്ടി, എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ദ സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം, സ്പീഡ് v ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. വാട്ട് ഈസ് ഒമേഗ, ഇവിടുത്തെ ഒമേഗ എന്താണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒമേഗ ടി ആണ്, സൈൻ a സൈൻ ഒമേഗ ടി. ഇപ്പോൾ ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്, അത് പൈ ആണ്. നോക്കിയേ, അപ്പോൾ v ഈസ് ഈക്വൽ ടു, നോക്കിയേ കമ്പയർ ചെയ്താൽ മതിയേ, നോക്കിയേ ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ്, അത് പൈ ആണ് അല്ലേ. സോ ഞാൻ പൈ ഇട്ട് കൊടുത്തേ, വി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് വാട്ട് ഈസ് എ സ്ക്വയർ. എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ, എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ട് എന്നാണ് അർത്ഥം, 1 ഉണ്ട് എന്നാണ് അർത്ഥം. സോ 1 സ്ക്വയർ മൈനസ് വാട്ട് ഈസ് എക്സ്, എക്സ് -√3/2, ഒന്നിട്ട് കൊടുത്തേ -√3/2 ദി ഹോൾ സ്ക്വയർ, -√3/2 സ്ക്വയർ ചെയ്താൽ എന്ത് വരും, പൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 - 3/4 അല്ലേ. സോ പൈ ഇൻറ്റു റൂട്ട് ഓഫ് 1/4, സോ പൈ ബൈ 2, സോ 3.14 ഡിവൈഡഡ് ബൈ 2, സോ 1 എന്ത് വരും 57 മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഓക്കെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ 1.57 മീറ്റർ പെർ സെക്കൻഡിനെ, മീറ്ററിനെ എന്താക്കി സെൻറ്റിമീറ്റർ ആക്കി, ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ബൈ സെക്കൻഡ്. അപ്പോൾ എന്ത് വരും 157 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ആൻസർ എന്താണ്, 157 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി. A particle undergoing simple harmonic motion has a time dependent displacement given by xt is equal to a sin pi t by 90. Okay, ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിക്കേ, x is equal to a sin pi t by 90. Okay, the ratio of kinetic energy to potential energy of the particle at t is equal to 210 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി 210 സെക്കൻഡിലെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് ഇവിടെ ചെയ്യാം. നമുക്കറിയാം SHM സിമ്പിൾ ഹാർമോണിക് മോഷനിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ½ m ഒമേഗ സ്ക്വയർ a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. അറിയാലോ, ½ m ഒമേഗ സ്ക്വയർ a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. അല്ലെങ്കിൽ ഓർ നമുക്ക് എന്ത് എഴുതാം, ½ m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആൻഡ് SHM കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, അത് ½ m ഒമേഗ സ്ക്വയർ a സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി.
ഓർ നമ്മൾ ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടാവും ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് കിട്ടുന്നതിന് മുന്നേ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനാണിത്. സോ നമുക്ക് ഇതറിയാം. നമ്മൾ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജിയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. റെഡി? ഈ ഹാഫ് എം ഒമേഗ സ്ക്വയർ കട്ട് ചെയ്ത് പോയി. കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ, കോസ് ബൈ സൈൻ കോട്ട് അല്ലേ. സോ കോസ് സ്ക്വയർ ഒമേഗ ടി ബൈ സൈൻ സ്ക്വയർ ഒമേഗ ടി. കോസ് ബൈ സൈൻ കോട്ടാണ്, ടാൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും, കോട്ട് സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, കോട്ട് സ്ക്വയർ വാട്ട് ഈസ് ഒമേഗ. ഇവിടെ ഒമേഗ എത്രയാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. സോ ഒമേഗ ഈസ് പൈ ബൈ 90 അല്ലേ. അപ്പോൾ പൈ ബൈ 90, അപ്പോൾ പൈ ബൈ 90 എന്ത് വരും, പൈ ബൈ 90 ഇൻറ്റു വാട്ട് ഈസ് ടി. എത്ര ടൈമിലാണ് കണ്ടുപിടിക്കുക, 210 സെക്കൻഡ് കേട്ടോ, 210. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്യും. 3 7 21 3 9 അല്ലേ. സോ എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോട്ട് സ്ക്വയർ 7 പൈ ബൈ 3. ഓക്കെ, 7 പൈ ബൈ 3. നമ്മളിതിനെ എങ്ങനെ സോൾവ് ചെയ്യും, നമ്മളിതിനൊന്ന് മാറ്റി എഴുതും. ഏത് ഫോമിലേക്ക് എഴുതും, നമുക്കിതിനെ 2 പൈ പ്ലസ് ഫോമിലേക്ക് എഴുതാം. എന്ത് വരും, കോട്ട് സ്ക്വയർ 2 പൈ പ്ലസ് പൈ ബൈ 3. ഇത് 7 പൈ ബൈ 3 അല്ലേ. 2 പൈ പ്ലസ് പൈ ബൈ 3 എന്ത് തന്നെയാണ്, അത് പൈ ബൈ 3 തന്നെയാണ്. സൈൻ കോട്ട് ഓഫ് 2 പൈ പ്ലസ് തീറ്റ ഇറ്റ് ഈസ് കോട്ട് തീറ്റ. സോ എന്ത് വരും, കോട്ട് സ്ക്വയർ പൈ ബൈ 3 വരും. ആ 2 പൈ വരുമ്പോൾ അത് നമ്മുടെ മറ്റേ വാല്യൂവിന് വരും, പൈ ബൈ 3 തന്നെ വരും. സോ കോട്ട് സ്ക്വയർ പൈ ബൈ 3 വരും. ഈ കോട്ട് സ്ക്വയർ പൈ ബൈ 3 എന്താ, ഈ കോട്ട് പൈ ബൈ 3 എന്താ, ടാൻ 1 ബൈ ടാൻ പൈ ബൈ 3. അത് എത്രയാ, അത് √3ൻ്റെ ഇൻവേഴ്സ് 1 ബൈ √3 വരും അല്ലേ. സോ 1 ബൈ √3 വരും, പക്ഷേ അതിൻ്റെ സ്ക്വയർ വരും. സോ എന്ത് വരും, 1 ബൈ 3 വരും. സോ നമ്മുടെ ആൻസർ എന്താണ്, അത് 1 ബൈ 3 ആണ്. റെഡി ആണോ, നമ്മുടെ ആൻസർ 1 ബൈ 3. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എന്ത് വരിക, കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു ലോജിക്ക് ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചു. ഇത് ജെം ഇക്വേഷൻസ് ആണ്, ഇത് ഡയമണ്ട് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. പഠിച്ചു വെച്ചോ, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇൻ SHM. റെഡി? അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ എ സ്റ്റേഷനറി ലിഫ്റ്റ് ഈസ് T. If the lift accelerates with g/6 vertically upwards, then the time period will be. സിമ്പിൾ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ലൈവ് സെഷൻ തീർക്കാനായിട്ട് പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളിതിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇത് തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രാത്രിയിലേക്ക് പോവാം. രാത്രിയിലെ പറഞ്ഞ പോലെ ഫുഡിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കാം. വളരെ സിമ്പിളാണ്. ഇത് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക കഴിയുന്നതും. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഒരു ആവേശത്തോടെ ഈ ക്വസ്റ്റ്യനുകൾ കണ്ട് നിങ്ങൾ ഒപ്പം വർക്കൗട്ട് ചെയ്ത് പോവാം. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ എ സ്റ്റേഷനറി ലിഫ്റ്റ് ഈസ് T. ഓക്കെ, അപ്പോൾ ഞാനൊരു എന്ത് വെക്കാം, ഒരു ലിഫ്റ്റാണ്, അതിലൊരു പെൻഡുലം കടന്ന് തൂക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്റ്റേഷനറി ലിഫ്റ്റാണ്. ഇഫ് ദ ലിഫ്റ്റ് ആക്സിലറേറ്റ്സ് വിത്ത് g/6 അപ്വേർഡ്സ്, മുകളിലേക്ക് g/6 ആക്സലറേഷനിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ ദ ടൈം പീരീഡ് വിൽ ബി. ഓക്കെ, ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സിമ്പിൾ പെൻഡുലത്തിൻ്റെ, അപ്പോൾ ഞാൻ ഇവിടേക്ക് വരയ്ക്കാട്ടോ. ഈ സാധനം വളരെ സിമ്പിളാണ്. നോക്കിയേ, സിമ്പിൾ പെൻഡുലം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. g/6 മുകളിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം പീരീഡ്. നമുക്ക് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം T ഈസ് ഈക്വൽ ടു 2π√L/g എന്നറിയാം. പക്ഷേ ഈ G എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇഫക്റ്റീവ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ വാട്ട് ഈസ് എ ഇഫക്റ്റീവ് G എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ, ഒന്ന് ഇതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, സ്വാഭാവികം mg താഴോട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇതിൽ ആക്ട് ചെയ്യുന്ന മറ്റ് പ്രധാനപ്പെട്ട ഫോഴ്സ് ഏതാണ്, g/6 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ശ്രദ്ധിക്കുക, സ്യൂഡോ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് നമുക്കറിയാം. സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ സ്യൂഡോ ഫോഴ്സ് എത്രയായിരിക്കും, അത് m × a ആയിരിക്കും. a എത്രയാണ് ഇവിടെ, g/6 ആണ്. സോ mg/6. സോ ദിസ് ഈസ് എ സ്യൂഡോ ഫോഴ്സ് ആൻഡ് ദിസ് ഈസ് എ വെയിറ്റ്. സോ ടോട്ടൽ താഴേക്കുള്ള വെയിറ്റ് എത്ര വരും, എഫക്റ്റീവ് വെയിറ്റ് എത്ര വരും, ഇത് രണ്ടിൻ്റെയും സമ്മായിരിക്കും.
ഓക്കെ, അക്സലറേഷൻ g/6 മുകളിലേക്ക് പോകുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ സ്യൂഡോ ഫോഴ്സ് g/6 ഇൻറ്റു mg/6, താഴോട്ട് mg. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നെറ്റ് വെയിറ്റ് എഫക്റ്റീവ് വെയിറ്റ് ഈസ് ഈക്വൽ ടു, എഫക്റ്റീവ് വെയിറ്റ് എന്തായിരിക്കും? അത് mg പ്ലസ് mg/6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ m ഇൻറ്റു g ഇഫക്റ്റീവ് വെയിറ്റ് m ഇൻറ്റു g ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു mg പ്ലസ് mg/6 ആയിരിക്കും. m ക്യാൻസൽ ആയിപ്പോയി. സോ g ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു g പ്ലസ് g/6 ആയിരിക്കും. g പ്ലസ് g/6 എന്താ? അത് 7g/6 ആണ്. ഓക്കെ, സോ g ഇഫക്റ്റീവിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 7g/6 ആയിരിക്കും. സോ വാട്ട് ഈസ് t? ഓക്കെ, t ഈസ് ഈക്വൽ ടു 2 pi root of L by g effective. What is g effective? So new time period ആണ്. So t dash is equal to 2 pi root of L divided by 7g/6. 7g/6 അല്ലേ? 7g/6. അപ്പോൾ എന്ത് വരും? This is equal to 2 pi root of 6L divided by 7g. എന്ത് വരും? ഓക്കെ, ഇതിൽ ഞാൻ ഇയാളെ മാത്രം ഒന്ന് മാറ്റി എഴുതിയേ. √6/7 ഇൻറ്റു 2 pi root L/g. ഇയാളാരാ? ഇയാൾ നമ്മുടെ പഴയ ടൈം പീരീഡ്. സോ √6/7 ഇൻറ്റു ടി. സോ ടി ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും? √6/7 ഇൻറ്റു ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഇറ്റ് ഈസ് √6/7 ഇൻറ്റു ടി. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A block of mass 1 kilogram is attached to a spring is made to oscillate with an amplitude of 12 centimeter. Okay, സ്പ്രിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 12 സെൻറ്റിമീറ്ററിൽ ആംപ്ലിറ്റ്യൂഡിൽ അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ 2 minutes ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ടു 6 centimeter. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ഡാംഡ് ഓസിലേഷൻ ആണ്. ഡാംഡ് ഓസിലേഷൻ അറിയാലോ അല്ലേ? ഡാംഡ് ഓസിലേഷൻ ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. നോക്കിയേ, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഫോർ ദിസ് മോഷൻ. നമുക്കറിയാം ഡാംഡ് ഓസിലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നോക്കിയേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. ഡാംഡ് ഓസിലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു A0 ഇൻറ്റു e⁻ ഡിവൈഡഡ് ബൈ 2m ആണ്. നോക്കിയേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. A is equal to A0 into e⁻ where B is called as നമ്മുടെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് അല്ലേ? ബി എന്താണ് ഇവിടെ? ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. A is the ഫൈനൽ ആംപ്ലിറ്റ്യൂഡ്, A0 is the ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് T ടൈം, M മാസ്. റെഡി? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന്ന് ബീൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സിമ്പിളാണ്. ഞാൻ എഴുതി എന്താ എഴുതിയേ? എ ഇസ് ഈക്വൽ ടു A0 e⁻ ഡിവൈഡഡ് ബൈ 2m. വാട്ട് ഈസ് എ? എ ഈസ് ദ ഫൈനൽ ആംപ്ലിറ്റ്യൂഡ്. എത്രയായിട്ട് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്? 6 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 6 ഈസ് ഈക്വൽ ടു, ആദ്യം 12 ആയിരുന്നു, e⁻b ഇൻറ്റു 120 സെക്കൻഡ് അല്ലേ? എത്ര? 2 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ആഫ്റ്റർ 2 minutes 120 സെക്കൻഡ്. ഓക്കെ, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മാസ് 1 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം. ഓക്കെ, 1 കിലോഗ്രാം അല്ലേ? 1 കിലോഗ്രാം. സോ 2 ഇൻറ്റു 1 സിമ്പിൾ, 12 ഇങ്ങോട്ട് കൊടുന്നു. 6/12 ഈസ് ഈക്വൽ ടു e⁻, നോക്കിയേ, ഇതും കട്ട് ചെയ്ത് പോയി, 60 ടൈംസ് -60b. വേറൊന്നും വരില്ല. 6/12 ഈസ് ഈക്വൽ ടു e⁻-60b. സോ 1/2 ഈസ് ഈക്വൽ ടു e⁻-60b. 1/2 ഈസ് ഈക്വൽ ടു e⁻-60b. സോ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യാണ്? ln അപ്ലൈ ചെയ്യാണ്, നാച്ചുറൽ ലോഗരിതം. അപ്പോൾ എന്ത് വരും? ln ഓഫ് 1/2 ഈസ് ഈക്വൽ ടു ln ഓഫ് e⁻-60b. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ln ഓഫ് 1/2നെ നമുക്ക് എന്ത് എഴുതാം? ln ഓഫ്, നമുക്കറിയാം log a/b ഈസ് ഈക്വൽ ടു log a - log b. സോ ln 1 മൈനസ് ln 2 ഈസ് ഈക്വൽ ടു -60b. lnഉം ഇയും കട്ട് ചെയ്ത് പോയേ, -60b. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ln 1. വാട്ട് ഈസ് ln 1? ഇറ്റ് ഈസ് 0. ln 1 0 ആണ്. മൈനസ് ln 2 എന്താ? ln 2ൻ്റെ വാല്യൂ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 0.693. സോ 0.693 ഈസ് ഈക്വൽ ടു -60 ഇൻറ്റു b.
സോ നമുക്ക് എന്ത് ചെയ്യാം, -60b. അങ്ങനെയാണെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ എന്ത് വരും, 0.2 മൈനസും കട്ട് ചെയ്ത് പോയേ, 0.693 ഈസ് ഈക്വൽ ടു 60b. സോ വാട്ട് ഈസ് b? b ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ 60. അത് ഏകദേശം ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തു. അത് ഏകദേശം വരിക എത്രയാണെന്ന് അറിയോ, 0.0693 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. അതിൻ്റെ വാല്യൂ ഏകദേശം 0.0155 എറൗണ്ട് വരും. അതിന് നമുക്ക് എന്ത് എഴുതാം, 1.15 ഇൻറ്റു 10⁻⁻² എന്ന് എഴുതാം. അത്ര കിലോഗ്രാം പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഇതെന്ന് പറയുന്നത് കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. സോ ആൻസർ ഈസ് 1.16 ഇൻറ്റു 10⁻², കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോ. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, സിമ്പിൾ ഇക്വേഷൻ ആണ്. ഓക്കെ, നേരെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. A transverse wave is represented by y is equal to 10 by pi sine 2 pi by t into t minus 2 pi by lambda into x centimeter. For what value of wavelength the wave velocity is twice the maximum particle velocity? Okay, wave velocity is twice maximum particle velocity. അപ്പോൾ ഞാൻ തന്ന ആ വാല്യൂസ് ഒന്ന് എഴുതി വെച്ചേ. നമ്മുടെ ഇക്വേഷൻ എന്താ, y is equal to 10 divided by pi sine 2 pi by t അല്ലേ, 2 pi by t into t minus 2 pi by lambda into x centimeter. So this is our equation. ഇനി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, wave velocity is equal to twice the maximum particle velocity, 2 into Vmax particle velocity. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഹിൻറ്റ്. സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് വേവ് വെലോസിറ്റി? എന്താണ് ഒരു വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? v ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ കെ ആണ്, വേർ കെ ഇസ് എ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. സോ ഒമേഗ ഡിവൈഡഡ് ബൈ 2 pi by lambda ആണ്. ഓക്കെ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് വാല്യൂ എന്താ, 2 pi by lambda. സോ ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ ലാംഡ ഡിവൈഡഡ് ബൈ 2 pi ആണ്. ഓക്കെ, അപ്പോൾ വേവ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ, ഒമേഗ ലാംഡ ബൈ 2 pi. സംശയമുണ്ടോ? അപ്പോൾ വേവ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്, ഒമേഗ ലാംഡ ഡിവൈഡഡ് ബൈ 2 pi. ഓർത്ത് വയ്ക്കുക, ഒമേഗ ലാംഡ ഡിവൈഡഡ് ബൈ 2 pi. റെഡി? അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി. സോ മാക്സിമം വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, പാർട്ടിക്കിൾ വെലോസിറ്റി ആണ് ഇനി വേണ്ടത്. പാർട്ടിക്കിൾ വെലോസിറ്റി നമുക്കറിയാം. മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്താ, വി മാക്സ് ഇസ് ഈക്വൽ ടു, അത് എ ഒമേഗ ആണ്. സംശയമുണ്ടോ? എ ഒമേഗ ആണ്. അപ്പോൾ എ ഒമേഗ എന്ന് വരും. സോ ഇതാണ് എൻ്റെ എന്ത്, മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി. ഇതാണ് എൻ്റെ എന്ത്, വേവ് വെലോസിറ്റി. സോ ഇത് രണ്ടും ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയേ. സോ നമുക്ക് എന്ത് എഴുതാം, ഒമേഗ ലാംഡ ഡിവൈഡഡ് ബൈ 2 pi വേവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 times മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എ ഒമേഗ. എ ഒമേഗ റൂട്ട് ഓഫ് ഇതേ പറഞ്ഞ പോലെ നമ്മൾ ഒമേഗ റൂട്ട് ഓഫ് a² - x² പഠിക്കുന്നുണ്ട്. അതിൽ മാക്സിമം വെലോസിറ്റി എന്ത് വരും, എ ഒമേഗ വരും. സോ ഇവിടെ ഒമേഗയും എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. ഒമേഗയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് വരും, ലാംഡ ഈസ് ഈക്വൽ ടു 2 pi ഇൻറ്റു നമുക്കിവിടെ തന്നിരിക്കുന്നത് എ ഒമേഗ, നമുക്കിവിടെ വേറെ തന്നിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 10 by pi. ഓക്കെ, അപ്പോൾ 2 pi ഇൻറ്റു 2 ഇൻറ്റു എ. ഓക്കെ, ദിസ് ഈസ് അവർ ലാംഡ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ, വേവ് ലെങ്ത് ആണ്. സോ ഇതിൽ നോക്കിയേ, ഈ ഇക്വേഷനിൽ ഈ 10 by pi എന്താ, അത് ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, ഈ 10 by pi എന്താ, അത് ആംപ്ലിറ്റ്യൂഡാണ്. അതാണ് ഈ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, 2 pi ഇൻറ്റു 2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ pi. pi ഗെറ്റ്സ് ക്യാൻസൽഡ്. സോ എന്ത് വരും, 2 ഇൻറ്റു 2 4 ഇൻറ്റു 10 എന്ത് വരും, 40 വരും. 40 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ എന്ത് വരിക, ലാംഡ വരിക. 40 സെൻറ്റിമീറ്റർ ഈസ് അവർ ലാംഡ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, പാർട്ടിക്കിൾ വെലോസിറ്റീൻ്റെ മാക്സിമം ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 40 സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. റെഡി ആണോ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. എ വയർ ഓഫ് ലെങ്ത് L ആൻഡ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് 6 × 10⁻³ kg/m is put under a tension of 540 Newton. Two consecutive frequencies that it resonates at are 420 Hz and 490 Hz. Then L is.
സോ എൻ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസികളിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ഹാർമോണിക്സ്, അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കിട്ടും. നമുക്ക് സക്സസീവ് ഹാർമോണിക്സ്, സക്സസീവ് ഫ്രീക്വൻസി, സക്സസീവ് കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് അതായിരിക്കും നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. 490 മൈനസ് 420 ആണ് നമ്മുടെ എന്ത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. 490 മൈനസ് 420 എത്രയാണ്? അത് 70 അല്ലേ? അപ്പോൾ 70 ഹെർട്സ് ആണ് നമ്മുടെ എന്ത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വരാം. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു 1/2L റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. എല്ലാവർക്കും അറിയാം അല്ലേ? n ഈസ് ഈക്വൽ ടു 1/2L റൂട്ട് ടി ബൈ മ്യൂ. അതിൽ ടി ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ്, മ്യൂ നമ്മുടെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, അതിന് നമ്മൾ മാസ് ഡെൻസിറ്റി എന്ന് പറയും. ആൻഡ് എൽ ലെങ്ത് ആണ്. എൻ ഇസ് എ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ ആണ്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ n തന്നിട്ടുണ്ട്. 70 ഈസ് ഈക്വൽ ടു 1/2L റൂട്ട് ഓഫ് 540. ടെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 540 ഡിവൈഡഡ് ബൈ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് ഡെൻസിറ്റി. ലീനിയർ മാസ് ഡെൻസിറ്റി നമ്മളാണ് മ്യൂ എന്ന് വിളിക്കുക കേട്ടോ. മ്യൂവിനെ നമ്മൾ വിളിക്കുക എന്താണ്? ലീനിയർ മാസ് ഡെൻസിറ്റി. ഓക്കെ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ നമ്മൾ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് വിളിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മ്യൂവിൻ്റെ വാല്യൂ എന്താടാ? മ്യൂവിൻ്റെ വാല്യൂ 6 × 10⁻³ റെഡി. അപ്പോൾ എന്ത് വരും? 6 9 54. 90 ഇത് മുകളിലേക്ക് പോയാൽ 10⁻⁴. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2L റൂട്ട് 9 × 10⁻⁴ വരും. റൂട്ട് 9 3 ആണ്. സോ 1/2L × 3 × 10² വരും. സോ ദിസ് ഈസ് 70. സോ 2L ഈസ് ഈക്വൽ ടു 3 × 10² ഡിവൈഡഡ് ബൈ 70. അപ്പോൾ L ഈസ് ഈക്വൽ ടു ഒരു 2 കൂടി വരും. സിമ്പിൾ. എന്ത് വരും? അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 140 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ആൻസർ 2.1 മീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? 2.1 മീറ്റർ ആയിരിക്കും നമുക്ക് എന്ത് വരാം? ആൻസർ വരിക. ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. റെഡി ആണോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 16th ക്വസ്റ്റ്യൻ നോക്കിയേ. 16th ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് ഇൻ വിച്ച് 2 wavelengths 4.08 meter and 4.16 meter produce 40 beats in 12 seconds will be. 40 ബീറ്റ് 12 സെക്കൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. 2 വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം ബീറ്റ് ഫ്രീക്വൻസി. നോക്കിയേ, ബീറ്റ് ഫ്രീക്വൻസി ബി ഇസ് ഈക്വൽ ടു നമുക്കറിയാം അത് F1 മൈനസ് F2 ആണ്. ബീറ്റ്സിൻ്റെ ഇക്വേഷൻ അറിയാം. സോ ഇവിടെ 12 സെക്കൻഡിൽ 40 ബീറ്റ്. സോ ബീറ്റ് ഫ്രീക്വൻസി 40/12 ഇസ് ഈക്വൽ ടു വി. നമുക്കറിയാം v/λ1 മൈനസ് v/λ2 എന്ന് എഴുതാം. വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, വേവ് ലെങ്ത് ഡിഫറൻ്റ് ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു, ഇങ്ങനെ കൊടുത്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ആ വി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1/λ1. λ1 എത്രയാ? 4.08 മൈനസ് 1/λ2 4.16. ദിസ് ഈസ് 40/12. ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് വി കണ്ടുപിടിക്കാം. നോക്കിയേ, 40/12 ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 4. ഞാൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 4.16 മൈനസ് 4.08 ഡിവൈഡഡ് ബൈ 4.16 ഇൻറ്റു 4.08. സോ ദ വാല്യൂ ഹിയർ ഈസ് 0.08. കറക്റ്റ് ആണോ? 0.08. സോ 40/12 ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 0.08 divided by 4.16 into 4.08. So V is actually 40/12 into 4.16 into 4.08 divided by 0.08. റെഡി? ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഏകദേശം കിട്ടുക. അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. 0.08നെ 8/100 ഒക്കെ എഴുതുക. ആൻഡ് നമ്മൾ ജസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ അപ്രോക്സിമേറ്റ്ലി 707 ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 16th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 17th ക്വസ്റ്റ്യൻ. A tuning fork A of unknown frequency produce 5 beats per second with a fork of known frequency 340 Hz. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്, അത് 5 ബീറ്റ്സ് പെർ സെക്കൻഡ് ഉണ്ടാക്കുന്നുണ്ട്
വിത്ത് എ ഫോർക്ക് ഓഫ് നോൺ ഫ്രീക്വൻസി 340 ഹെർട്സ്. അപ്പോൾ നമുക്ക് ബി എന്ന് കൊടുക്കാം കേട്ടോ. സോ നമ്മുടെ എൻ്റെ ഫ്രീക്വൻസി എന്താവും? ഫ്രീക്വൻസി ഓഫ് എ എന്ന് പറയുന്നത് 5 ബീറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നിൻ്റെ നമ്മളിങ്ങനെ എഴുതും അല്ലേ, ബീറ്റ് ഫ്രീക്വൻസി വെച്ച് ഇങ്ങനെ എഴുതും. 340 പ്ലസ് ഓർ മൈനസ് 5 ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ 340 പ്ലസ് 5 ആവാം, അല്ലെങ്കിൽ 340 മൈനസ് 5 ആവാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ വാല്യൂ 345 ആവാം, അല്ലെങ്കിൽ ഈ വാല്യൂ 335 ആവാം അല്ലേ, 340 മൈനസ് 5. സോ ഈ രണ്ട് വാല്യൂസിന് ഒരു സാധ്യത ഉണ്ട്, ഈ വാല്യൂ ആവാം അല്ലെങ്കിൽ ഈ വാല്യൂ ആവാം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ ഫോർക്ക് എ ഈസ് ഫൈൽഡ് ദ ബീറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ടു 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഫോർക്ക് ഫയൽ ചെയ്തപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി 2 ബീറ്റ്സ് പെർ സെക്കൻഡ് ആയിട്ട് മാറി. ദെൻ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഫോർക്ക് എ? ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പറയും? നമുക്കറിയാം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഫയൽ ചെയ്തപ്പോൾ ഫ്രീക്വൻസി കൂടേണ്ടതാണ്. കൂടിയപ്പോഴും നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി 2 ബീറ്റ്സ് പെർ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു എങ്കിൽ ഇത് ഫയൽ ചെയ്തപ്പോൾ ആഫ്റ്റർ ഫയലിംഗ് കൂടും, ഇതിലും കൂടും. അപ്പോൾ അത് 345 പ്ലസ് ഒരു 3 ആണെന്ന് വിചാരിക്കും, അത് 348 ആയെന്ന് വിചാരിക്കും, 348. സോ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി എത്രയാണ്? 2 ബീറ്റ്സ് പെർ സെക്കൻഡേ ഉള്ളൂ. ഇത് മാറില്ല, 340. സോ ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 348 മൈനസ് 340 ഈസ് ഈക്വൽ ടു 8 എന്ന് വരില്ലേ? അപ്പോൾ ഇത് 2 ഉള്ളൂ, പക്ഷേ 2 ബീറ്റ്സ് പെർ സെക്കൻഡ് ഉള്ളൂ, ഇത് 8 വരുന്നുണ്ട്, ഈ വാല്യൂ വെച്ച് 8 വരുന്നുണ്ട്. സോ അതല്ല, അപ്പം 345 ആവാനുള്ള സാധ്യത ഇല്ല. ദെൻ 335 ആവുമോ? ഫയൽ ചെയ്താൽ ഫ്രീക്വൻസി കൂടും. അപ്പോൾ 335 പ്ലസ് 3, സോ 338 ആയി. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി ബി ഈസ് ഈക്വൽ ടു 338 ആയപ്പോൾ 340 മൈനസ് 338 F1 മൈനസ് F2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബീറ്റ്സ് പെർ സെക്കൻഡ് അല്ലേ, 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. സോ ഇത് നമുക്ക് കറക്റ്റായി കിട്ടി. ഞാൻ വെറുതെ ഒരു സംഖ്യ എടുത്താട്ടോ. സോ 335 ആവാനുള്ള സാധ്യതയുള്ളൂ. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടും, ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. സോ ആൻസർ ഈസ് ഹിയർ 2 ബീറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, സോ ആൻസർ ഈസ് 338 അല്ല, 345, 335. ഓക്കെ, 335 ഹെർട്സ്, 335 ഹെർട്സ് അതായിരിക്കും നമ്മുടെ ആൻസർ. സോ അത് ഓർത്ത് വയ്ക്കാം. നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റെഡി? വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ? 18ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. കൃത്യസമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലൈവ് അവസാനിപ്പിക്കും. 18ാമത്തെ ക്വസ്റ്റ്യനായി. ഇനി വെറും 7 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? ഇത്രയും ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് കറസ്പോണ്ട്സ് ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ where x is a displacement and a, b, c are positive constants. Okay, linear സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, SHM ആണ്, ലീനിയർ SHM ആണ്. ലീനിയർ SHMൽ ഒന്നും നോക്കണ്ട, എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ആൻഡ് ഫോഴ്സ് ഈസ് നെഗറ്റീവ് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അത് എങ്ങനെയാണ് വരിക? ഫോഴ്സ് ആക്സ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. സോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആയിരിക്കും. അതിവിടെ ബി എന്ന് കൊടുത്തു എന്നുള്ളൂ. ആൻസർ എന്താ? എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ബി എക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസ്റ്റോറിങ് ഫോഴ്സ്. നമ്മളിപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ പെൻഡുലത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ അതിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഫോഴ്സ് ഉണ്ടാവും, അത് റിസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ്, റിസ്റ്റോറിങ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് ഇറക്കുമ്പോൾ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ലീനിയർ SHMലൊക്കെ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആയിരിക്കും, വേറെ ഒന്നും വരില്ല. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. An object of mass 0.5 kilogram is executing simple harmonic motion. Its amplitude is 5 cm. Time period is 0.2 second. What will be the potential energy of the object at t is equal to t/4 second? Starting from the mean position, assume that initial phase of oscillation is 0. Potential energy ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. Potential energy is equal to half m omega square x square. Where here x is equal to a cos omega t or a sin omega t. എന്ത് വേണമെങ്കിൽ എഴുതാട്ടോ, a sin omega t ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ a sin omega t, a square sin square omega t. Okay, this is an expression for potential energy, we know.
അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ഹാഫ് ഇൻറ്റു എം, മാസ് എത്രയാ 0.5 ഇൻറ്റു, ഓക്കെ ഇത് നമ്മൾ 2π/t എന്ന് എഴുതിയേ, 2π/t, ടി തന്നിട്ടുണ്ടോ 0.2, ടൈം പീരീഡ് 0.2, ഓക്കെ 0.2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എ, ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ടോ, ആംപ്ലിറ്റ്യൂഡ് എ തന്നിട്ടുണ്ടോ, ആംപ്ലിറ്റ്യൂഡ് 5 സെൻറ്റിമീറ്റർ, ഒന്നും നോക്കണ്ട, 5 ഇൻറ്റു 10⁻⁻² ഹോൾ സ്ക്വയർ അല്ലേ, into sine square omega is 2π/t, 2π/0.2 into t എത്രയാ t/4, okay t/4, clear ആണോ, t is t/4, where t time period is given as 0.2, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇത് ചെയ്താൽ ഇത് വലിയൊരു എന്താണ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്, ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കി, പൊട്ടൻഷ്യൽ എനർജി എറൗണ്ട് 0.62 ജൂൾ കിട്ടുന്നുണ്ടോ നോക്കുക, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നോക്കിയേ 2π/0.2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു, ഇതൊക്കെ സിമ്പിളാണ്. നമ്മൾ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും, സൈൻ്റെ ഒരു വാല്യൂ കിട്ടും, അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചത് ഈ രണ്ട് ഇക്വേഷൻസ് ആണ്, എല്ലാം ഗിവൺ ആണ്, എല്ലാം സിമ്പിൾ സംഭവങ്ങളാണ്. നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In a transverse wave, the distance between a crust and a neighboring trough at the same instant is 4 cm. Okay, crust and neighboring trough at the same instant is 4 cm. Okay, ഇതൊന്ന് സമയം എടുത്ത് നോക്കാം. ഞാനൊരു വേവ് ഇവിടെ വരയ്ക്കാം, ഇതൊരു വേവ് ആണ്. ഓക്കെ, ഇതൊരു വേവ് ആണ്. ഇതിൻ്റെ ക്രസ്റ്റിൽ നിന്ന് നോക്കി, ഇതാണ് ക്രസ്റ്റ്, നോക്കി ഇത് ക്രസ്റ്റ്, നൈബറിങ് ട്രഫിലേക്ക് എത്ര സെൻറ്റിമീറ്റർ ആണ്, 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതായത് ക്രസ്റ്റിൽ നിന്ന് ട്രഫിലേക്കുള്ള ദൂരം λ/2 ആണ് നമുക്കറിയാം. അപ്പോൾ λ/2 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ λ = 4 × 2 = 8 സെൻറ്റിമീറ്റർ ആണ്. ഒന്നും നോക്കണ്ട, കിട്ടി, വളരെ സിമ്പിളാണ്. ക്രസ്റ്റിൽ നിന്ന് ട്രഫിലേക്കുള്ള ദൂരം, അടുത്തടുത്തുള്ള ക്രസ്റ്റിൽ നിന്ന് ട്രഫിലേക്കുള്ള ദൂരം λ/2 ആണ്. ക്രസ്റ്റിൽ നിന്ന് ക്രസ്റ്റിലേക്കുള്ള ദൂരം λ, ട്രഫിൽ നിന്ന് ട്രഫിലേക്കുള്ള ദൂരം λ, ക്രസ്റ്റിൽ നിന്ന് ട്രഫിലേക്കുള്ള ദൂരം λ/2 നമുക്കറിയാം. ഓക്കെ, അപ്പോൾ λ/2 4 തന്നിട്ടുണ്ട്, ആൻഡ് നമുക്ക് λ എന്ന് കിട്ടി. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് ട്രഫ് അറ്റ് ദ സെയിം പ്ലേസ് ഈസ് 1 സെൻറ്റിമീറ്റർ. ദിസ് വേവ് ഈസ് മൂവിങ്, ഈ വേവ് മൂവിങ് ആണ്. ഈ വേവ് ഇവിടെ എത്തുമ്പോൾ, ഓക്കെ ഇവിടെ എത്തുമ്പോൾ the distance between crust and trough at the same place, okay crust and trough at the same place, അത് 1 സെൻറ്റിമീറ്റർ ആണ്. അതായത് ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള ദൂരം അറ്റ് ദ സെയിം പ്ലേസ് ഈസ് 1 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 1 സെൻറ്റിമീറ്റർ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഈ ഡിസ്റ്റൻസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ് അറ്റ് ദ സെയിം പ്ലേസ്, ഒരേ സ്ഥലത്തെ ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള ദൂരം അത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് ആംപ്ലിറ്റ്യൂഡ്, ഇത് ആംപ്ലിറ്റ്യൂഡ്. സോ 2 ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 1/2 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 0.5 സെൻറ്റിമീറ്റർ. റെഡി? സോ ആംപ്ലിറ്റ്യൂഡും കിട്ടി, ആംപ്ലിറ്റ്യൂഡും തന്നു, ലാംഡയും കിട്ടി. നോക്കിയേ, രണ്ടും കിട്ടി. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നെക്സ്റ്റ് crust appears at the same place after a time interval of 0.4 second. അടുത്ത ക്രസ്റ്റ് അവിടെ എത്ര സമയം കഴിഞ്ഞിട്ടെത്തി? 0.4 സെക്കൻഡ് കഴിഞ്ഞിട്ടെത്തി. അപ്പോൾ ഒരു ക്രസ്റ്റ് ഇവിടുന്ന് ഇവിടേക്ക് എത്തണമെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യണം? ലാംഡ ദൂരം ട്രാവൽ ചെയ്യണം. ഓക്കെ, ഒരു ക്രസ്റ്റ് ഇപ്പോൾ ഇവിടെ ഉള്ള ക്രസ്റ്റ് ഇവിടേക്ക് എത്തണമെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യണം? ലാംഡ ദൂരം ട്രാവൽ ചെയ്യണം. കാരണം ഒരു ക്രസ്റ്റ് നിന്ന് അടുത്ത ക്രസ്റ്റിലേക്കുള്ള ദൂരം ലാംഡയാണ്. സോ അത് ട്രാവൽ ചെയ്യേണ്ട ദൂരം ലാംഡയാണ്. നോക്കിയേ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്രസ്റ്റ്, നോക്കിയേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്രസ്റ്റ് ഈസ് ഈക്വൽ ടു ലാംഡ അല്ലേ? അത് എത്ര സമയം കൊണ്ട് എത്തിയെന്നാണ് പറഞ്ഞത്? 0.4 സെക്കൻഡ് കൊണ്ട് എത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. എത്ര ടൈം കൊണ്ട് എത്തി? 0.4 സെക്കൻഡ് കൊണ്ട് എത്തി. ഓക്കെ, ലാംഡ എത്രയാ? ലാംഡ 8 സെൻറ്റിമീറ്റർ ആണ്. സോ 8/0.4 അത് 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊക്കെ സെൻറ്റിമീറ്ററിൽ വന്നുകൊണ്ട് 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വിയും കിട്ടി. നോക്കിയേ, വി കിട്ടി, നമ്മുടെ ലാംഡ കിട്ടി, എ കിട്ടി. ഇനി ഈസി അല്ലേ? നമ്മുടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ദ മാക്സിമം സ്പീഡ് ഓഫ് ദി വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾസ്. ഓക്കെ, വി മാക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു എ ഒമേഗ. A is amplitude into omega is 2πf. So A is A into 2 pi into V by F is equal to V by lambda. Okay,
V by lambda. So what is amplitude? Amplitude is 0.5 അല്ലേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇൻറ്റു 2 pi ഇൻറ്റു what is velocity 20 divided by what is lambda 8. So 8 is cancelled. ഇത് വരും 0.5 മീറ്റർ ആണോ വന്നിരിക്കുന്നത് അല്ല ഒക്കെ സെൻറ്റിമീറ്റർ അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത് വരും 4 4 5 20 0.5 ഇൻറ്റു 5 ഇറ്റ് ഈസ് 2.5 2.5 പൈ വരും 2.5 പൈനെ നമുക്ക് എന്ത് എഴുതാം 5 pi by 2 എന്ന് എഴുതാം അല്ലേ. സോ ആൻസർ ഈസ് എന്ത് വരും 5 pi by 2. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. സോ ലാംഡാൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, വെലോസിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, അത് 3 സെൻറ്റൻസ് നമ്മൾ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം കിട്ടിക്കണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എങ്കിൽ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി വെറും എത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ? ഇനി വെറും 4 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് നമ്മുടെ സംഭവം കഴിഞ്ഞു. 3 harmonic waves having equal frequency nu and same intensity I0 have phase angles 0, pi by 4, minus pi by 4 respectively. When they are superimposed, the intensity of the resultant wave is close to. അവർ superimpose ചെയ്തേ A എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയുള്ള വേവ്, ഓക്കെ, എ എന്ന് പറയുന്ന വേറൊരു വേവ് pi by 4 ഫേസ് ആംഗിൾ ഉള്ളത്, എ എന്ന് പറയുന്ന വേറൊരു വേവ് സെയിം മൈനസ് pi by 4 ഫേസ് ആംഗിൾ ഉള്ളത്. ഒന്ന് 0 ആണ് ഇതിൻ്റെ ഫേസ് ആംഗിൾ, ഒന്ന് pi by 4 ആണ്, ഒന്ന് മൈനസ് pi by 4 ആണ്. നോക്കിയേ, ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി അല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നത് റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് കിട്ടിയാൽ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കി, ഇത് എ, ഇത് ഇത് വരും എ. അപ്പോൾ എയും എയും ഇതിൻ്റെ റിസൾട്ടൻ്റ് ആദ്യം കണ്ടുപിടിക്കാം. നോക്കിയേ, എയും എയും നോക്കിയേ 90 ഡിഗ്രി ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് എന്ത് വരും √2a. pi by 4 plus pi by 4 it is pi by 2. എയും എയും pi by 2 ആംഗിൾ വന്നു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഇസ് എ ഡയഗണൽ ആൻഡ് √2a ആയിരിക്കും. സിമ്പിൾ, സ്ക്വയറിൻ്റെ സൈഡ് പോലെയാണ് അല്ലേ. അപ്പോൾ √2a വരും. അപ്പോൾ ഇപ്പോൾ ഇതിൽ √2a ഇതിൻ്റെ √2a ഉണ്ട് പ്ലസ് ഇതിൻ്റെ a ഉണ്ട്. സോ വാട്ട് ഈസ് എ ഫൈനൽ റിസൾട്ടൻറ്റ്? Final resultant is equal to A resultant is equal to √2a plus a. This is the final resultant. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അത് പണ്ട് തൊട്ടേ നമുക്കറിയുന്നതാണ്. ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്തേ. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു √2a plus a the whole square. What is I proportional to a into √2 plus 1 whole square അല്ലേ, സ്ക്വയർ. So this is equal to I proportional to a square into എന്ത് വരും √2 is 1.4, 1.4 plus 1 is 2.4 square. So I is equal to I0 into a square നമ്മൾ I0 എന്ന് കൊടുത്തു. 2.4 square is 5.76 അല്ലേ. So our answer is approximately 5.8 I0. 2.4 square ചെയ്ത് നോക്കുക, അതെന്ത് വരും 5.76 വരും. So our answer is 5.8 I0 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ആൻസറും കിട്ടും 5.8 I0. ഓക്കെ, റെഡി? എങ്കിൽ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 22nd ക്വസ്റ്റ്യൻ. Given below are 2 statements. Statement 1, okay, if heat is added to a system, its temperature must increase. ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടണം. പൊട്ടത്തെറ്റല്ലേ, കാരണം ഐസോതെർമൽ പ്രോസസ്സാണ് അവിടെ ഉള്ളതെങ്കിൽ ടെമ്പറേച്ചർ മാറില്ല, അത് എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് പൊട്ടത്തെറ്റ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ? ഇഫ് പോസിറ്റീവ് വർക്ക് ഈസ് ഡൺ ബൈ എ സിസ്റ്റം ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ് ഇറ്റ്സ് വോളിയം മസ്റ്റ് ഇൻക്രീസ്. വർക്ക് ഡൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻ്റഗ്രൽ പി ഡി വി ഗ്രേറ്റർ ദാൻ 0. സോ ഡി വി ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0, ഇറ്റ്സ് വോളിയം മസ്റ്റ് ഇൻക്രീസ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. റെഡി? സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A source supplies heat to a system at the rate of 1000 watt. If the system performs work at the rate of 200 watt, the rate at which internal energy of the system increase. By first law of thermodynamics, Q is equal to U plus W. അല്ലേ, നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും, ഒപ്പം അവിടെ ഒരു വർക്കും നടക്കും അല്ലേ. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. സോ എല്ലാത്തിനെയും ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് dQ/dt ഈസ് ഈക്വൽ ടു du/dt പ്ലസ് dW/dt. നോക്കിയേ, ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് ദ റേറ്റ് ഓഫ് 1000 watt
ആൻഡ് ഈക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. സിമ്പിളാണ്. ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസ്. ഓക്കെ, ഡി യു ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി മൈനസ് ഡി ഡബ്ല്യു ബൈ ഡി ടി. ഓക്കെ, വാട്ട് ഈസ് ഡി ക്യൂ ബൈ ഡി ടി? ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം റേറ്റ് അത് 1000 ആണ് തന്നിട്ടുണ്ട്. മൈനസ് ഡി ഡബ്ല്യു ബൈ ഡി ടി. വാട്ട് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി? വർക്ക് അറ്റ് ദ റേറ്റ് 200. ആൻസർ എത്രയാ? 800. സിമ്പിൾ. ആൻസർ 800 വാട്ട്. ഡി, ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 23ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, a flask contains hydrogen and argon in the ratio 2:1 by mass. The temperature of the mixture is 30 degrees Celsius. The ratio of average kinetic energy per molecule of the two gases. നമുക്കറിയാം average kinetic energy. Kinetic energy average is equal to 3/2 kBT and it depends only on kB Boltzmann constant and T temperature. So K kinetic energy is directly proportional to temperature only. കെബിനെ കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, മാസിനെ ഒന്നും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ഓപ്ഷൻ ഈസ് 1. കെ ആർഗൺ ബൈ കെ ഹൈഡ്രജൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ 1 ആയിട്ട് കിട്ടും. സിമ്പിളാണ്, കാരണം കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The RMS speed of oxygen molecule in a vessel at particular temperature is this one, where V is the average speed of the molecule. The value of x is x ആണ് കണ്ടുപിടിക്കേണ്ടത്. RMS സ്പീഡ് VRMS is equal to, നമുക്കറിയാം ഇക്വേഷൻ എന്ത് വരും? RMS സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? √3RT/m ആണ്. അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. √3RT/m. ആൻഡ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് രണ്ടും അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. 8RT/πm ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനും പഠിച്ചു വെച്ചോ. RMS വെലോസിറ്റിൻ്റെ ഇക്വേഷൻ √3RT/m ആണ്. ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ √8RT/πm ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് √3RT/m, that is RMS velocity is equal to 1 plus 5/x whole raised to 1/2, 1 plus 5/x whole raised to 1/2 into V, where V is average speed. അല്ലേ, V ഉണ്ട് ഇവിടെ. ആവറേജ് സ്പീഡ് എത്രയാ? √8RT/πm. ഓക്കെ, ഇതിൽ 1/2 എന്ന് പറഞ്ഞാൽ അത് റൂട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? 3RT/m ഈസ് ഈക്വൽ ടു 1 plus 5/x ഇൻറ്റു 8RT/πm. RT ഗെറ്റ്സ് ക്യാൻസൽഡ്. അപ്പോൾ എന്ത് വരും? 3 ഈസ് ഈക്വൽ ടു 1 plus 5/x ഇൻറ്റു 8 എന്ന് വരും അല്ലേ, 8/π എന്ന് വരും അല്ലേ, 8/π വരില്ലേ. ഓക്കെ, പൈ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 3π/8 ഈസ് ഈക്വൽ ടു 1 plus 5/x എന്ത് വരും? ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 3 × 22/7/8 ഈസ് ഈക്വൽ ടു x plus 5/x നമുക്ക് കിട്ടും. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ അറൗണ്ട് 28 കിട്ടും. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 3 ചാപ്റ്ററിലെയും 5 ചാപ്റ്ററിലെയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ JEE 24-ാം തീയതി നടക്കുന്ന എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.